വിശ്വാസം ഇസ്രായേലിൽ കൂടി ഇത്രയും വിശ്വാസം കണ്ടെത്തുന്നില്ല എന്ന് പറഞ്ഞു, കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞു യേശു പറയുന്ന 2 സന്ദർഭങ്ങളൊന്നും. പിന്നെ കനാന്യ സ്ത്രീയുടെ അതും നിന്റെ വിശ്വാസം വലുതെന്ന് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കർത്താവ് അമേസ്ഡ് ആയത് ഇതാണ്, ഈ ഇസ്രായേൽ പോലും ഞാൻ ഇതുപോലൊരു വിശ്വാസം, ഞാൻ അതേക്കുറിച്ച് ചോദിച്ചോട്ടെ. ഞാൻ ചോദിക്കുകയാണെങ്കിൽ ശക്തത്തെയും കർത്താവ് പറഞ്ഞു ഇതുപോലൊരു വിശ്വാസം കണ്ടിട്ടില്ല. കാണത്തക്കൊണ്ട് അവൻ എന്തെങ്കിലും പെർഫോം ചെയ്തു ശതാധിപൻ? ഒന്നും ചെയ്തില്ല. അവൻ കർത്താവിൻ്റെ അടുക്കൽ വന്നു. 2 രീതിയിലാണ് മത്തായി പറഞ്ഞത് എഴുതിയിട്ടുണ്ട്. സംഭവം സ്റ്റോറി ഇത് തന്നെ. അവിടെ വന്ന് പറയുന്ന ഇങ്ങനെയാണ്, അവരുടെ ദിവൻ ചെല്ലുന്നെന്ന് പറയുന്നത്. പിന്നെ അവരുടെ ദിവന്റെ സേർവൻ സ്റ്റേഷനിലൊക്കെ ചെല്ലുന്നാട്ട് അവരുടെ എഴുതിയിരിക്കുന്നു. ഇനിവേ ഇവൻ വരുന്ന ഭാഗം തന്നെ നമുക്ക് എടുക്കാം. ഇവൻ വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ബാല്യക്കാരൻ വീട്ടിലിങ്ങനെ അവരെന്തോ രോഗാവസ്ഥയിൽ കിടക്കുകയാണ്. പെട്ടെന്ന് കർത്താവിന്റെ പ്രതികരണം എന്തുവായിരുന്നു? ഞാൻ വരും, ഞാൻ വന്നവനെ ഐ വിൽ കം ആൻഡ് ഹീൽ ഹിം. അപ്പൊ അവൻ പറയുന്നു നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അതിൽ നിന്ന് എന്തുവാ കാണത്തക്കവണ്ണമുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഇതിനെന്തോ ഇത്രയും പ്രസക്തി വരാനുള്ള കാര്യം? അത് പ്രധാനന്തവാരത്തൊക്കെ അറിയുന്ന കാര്യം എന്ന് പറയാം. ഞാനത് ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം അദ്ദേഹം അവിടെ അഡ്രസ് ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലോ, ഞാനൊരു അധികാരത്തിന്റെ കീഴിലുള്ളതാണ്, എന്നോട് പറഞ്ഞാൽ അത് സംഭവിക്കും, അതാണ് അതിന്റെ ഒരു പ്രോട്ടോകോൾ എന്ന രീതിയിൽ അത് പറഞ്ഞ ഇപ്പം ആ ഒരു റെവലേഷൻ പോലെ അങ്ങനെ സംസാരിച്ചതാണോ? ആന്ന് തീർച്ചയായിട്ടും. കാരണം ഞാനും ഐ എം ഓൾസോ അണ്ടർ ദ അതോറിറ്റി ഓഫ് മൈ സുപ്പീരിയർ ഓഫീസർ. ഞാനും അധികാരം. ഇപ്പൊ ഞാനുമെന്ന് പറയുന്ന പദവി, ഇപ്പൊ ഞാനിപ്പോ ഞാനും ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്, ഞാനും ഒരു പാസ്റ്ററാണ്, ഞാനും ഒരു സിംഗറാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തോ? നമ്മൾ ആ പോയിന്റ് ചെയ്യുന്ന ആളാരാന്ന്? അയാള് സിംഗറാ, അയാള് പോലീസ്മാന് അല്ലേ? അപ്പം യേശുവിനോട് ഞാനും, അപ്പൊ അദ്ദേഹം പറയുവാണ് നീയും അധികാരത്തിന് കീഴിലുള്ള സ്വന്തം ജനം എന്താ പറയുന്നത്? നസറത്തിലെ ആശാരുടെ മോൻ, മറിയുടെ മോൻ അല്ലേ? ഇവനെ നമുക്കറിയാം, എന്റെ കുലം നമുക്കറിയാം. ഇത് പറയുന്ന ഘട്ടത്തിൽ ഒരാൾ പറയും, അപ്പം യേശുവിന് ഏറ്റവും കർത്താവിന്റെ ശുശ്രൂഷയില് അധികാരം എന്ന് പറഞ്ഞ ദൈവമാക്കി വെച്ച ദൈവത്തിന്റെ പുത്രൻ, സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ളവൻ. അവരെന്താ പറയുന്നത്? ഇവന് ഈ അധികാരം ഇവിടുന്ന് കിട്ടി, ഈ ഞാൻ ഇവിടുന്ന് കിട്ടി, ഇവനെ ഞങ്ങൾക്ക് അറിയാമല്ലോ, അച്ഛന്റെ മകൻ. പക്ഷെ ഈ ജാതീയ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളായിരുന്നു ശതാധിപനും, യഹൂദനല്ല. പക്ഷെ ശതാധിപൻ അവിടെ പറയുവാണ് ഞാനും അധികാരം. അപ്പൊ കർത്താവിന്റെ അധികാരം വേണം എങ്ങനെ പറയാം? അത് നമുക്ക് ഏറ്റവും അടുത്തൊരു ഞാനൊരു കീവേഡ് പറയട്ടെ തോന്നുന്നു. അതായത് നീ വരണ്ട, നീ വചനം അയച്ചാൽ മതി. ഇപ്പൊ നമുക്കറിയാം ഒരു കലക്ടർ ഒരു കാര്യം എങ്ങനെ ഓർഡർ ചെയ്യുന്നത്, അല്ലെ ഉന്നത അധികാരികളിരിക്കുന്ന അവർ ആ സ്ഥലത്ത് ചിലപ്പോൾ അതിന്റെ ആ ഭാഗത്തൊരു പോകും, അല്ലെ അവർ ഓർഡർ കൊടുക്കും. അപ്പൊ യേശുവിനോട് പറയും നീ എന്റെ പുരയ്ക്കകത്ത് വരണ്ട, ഞാനതിന് യോഗ്യനല്ല എന്ന് പറയുമ്പോൾ തന്നെ കർത്താവിനെ ഒരു അതിവിശുദ്ധനായ ഒരു ദൈവമായിട്ട് തന്നെയാണ് അവൻ ചിത്രീകരിക്കുന്നത്. നീ വരണ്ട എന്ന് പറയുന്നതിന്റെ കാര്യം വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ വേദസങ്കീർത്തനം 107:20 അവൻ തന്റെ വചനം അയച്ചവരെ കുഴികളിൽ നിന്ന് സെൻഡ് ഔട്ട് ഹിസ് വേർഡ് ആൻഡ് ഹീൽ ദം ആൻഡ് ഡെലിവർ ദം ഫ്രം ദെയർ ഡിസ്ട്രാക്ഷൻ. അപ്പോൾ നീ വചനം അയച്ചാൽ മതി. അപ്പോൾ അത് കർത്താവിൽ വലിയ അത്ഭുതമായി അല്ലേ? അതിന്റെ അർത്ഥം എന്താ? വചനം അയച്ചാൽ നിവർത്തിക്കുന്ന ദൂതന്മാരുണ്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. ആ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഒരുത്തനോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകുന്നു, ഒരു ദാസനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, നീ ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുന്നു. അപ്പൊ അവന്റെ കൂടെ ഈ ശതാധിപന്റെ കൂടെ സെർവൻസ് ഉണ്ട്. അപ്പൊ യേശുവിന്റെ കൂടെ ആരുണ്ട്? സ്വർഗം മുഴുവൻ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അതിന്റെ അർത്ഥമല്ലേ നീ പൊയ്ക്കൊള്ളുക, ഞാൻ ഇസ്രായേൽ പോലും വിശ്വാസം കണ്ടിട്ടില്ല. അവൻ ചെന്നപ്പോ എന്ത് ചെയ്തു? ആ മകൻ സൗഖ്യം. ആരാ സൗഖ്യമാക്കി? ആ ദൂതൻ പോയി അത് ആ വചനം നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ ചെയ്യണ്ടായോ? അപ്പൊ വചനം ചെന്ന് ക്രിയ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തോ? അത് നിവർത്തിക്കുന്ന ഒരാൾ, അതാണ് അവൻ കണ്ട വിശ്വാസം. അതിനാണ്, അതായത് യേശുവിനെ ഒന്നും കാണാതെ അതായത് മറ്റവരൊക്കെ കണ്ടല്ലേ വിശ്വസിക്കുന്നു. ഇവൻ പറയുന്നു അത് പറഞ്ഞു ഞാനും. അപ്പൊ യേശുവിന്റെ ആ സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള ദൈവപുത്രനാണെന്ന് അവൻ പറയുന്നത് വലിയൊരു സംഭവം. നമുക്ക് ഒരിക്കലും ഓർക്കുന്നുണ്ട്, യേശുവും ശിഷ്യന്മാരും വരുമ്പോൾ ചോദിക്കുന്നത് മനുഷ്യപുത്രനെ കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു? അവരെന്താ പറഞ്ഞു? ഇരമ്യാവ്, യോഹന്നാൻ, ഒരാള് ഏലിയ പ്രവാചകൻ, നിങ്ങൾ എന്ത് പറയുന്നു? അപ്പൊ ശിഷ്യന്മാര് പെട്ടെന്ന് പത്രോസാണ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ എന്നിട്ടും പുത്രനായ ക്രിസ്തു. കർത്താവ് എന്താ പറഞ്ഞത്? ഈ ബറിയോന ശിമോനോ ജഡരക്തങ്ങളല്ല, എന്റെ ആത്മാവത്രേ ഇത് വെളിപ്പെടുത്തി. അപ്പൊ ഗ്രേറ്റ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാല് അത് യേശു ആരാണെന്ന് വേണം ഇങ്ങനെ പറയാം. ഹോൾ ഹെവൻ ഹി പോർട്രേറ്റഡ്. എന്തോ അവൻ ആ മുഴു സ്വർഗത്തിന്റെ ആ പോർട്രേറ്റ് ഇതുണ്ടല്ലോ, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. നീ വേണം ഇങ്ങനെ പറയുന്നത്. അർത്ഥങ്ങൾ ഞാൻ പറയാം. അർത്ഥം, നീ സ്വർഗത്തിൽ അധികാരത്തോട് തന്നെയാണ് നീ ഇവിടെ നിൽക്കുന്നത്.
നീ അധികാരമുള്ള ദൈവമാണ്, നീ ക്രിസ്തുവാണ്, നിന്റെ കൂടെ എല്ലാവരും ഉണ്ട്. ഇത് മുഴുവനാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് അതിനെ ഗ്രേറ്റ് ഫെയ്ത്ത് എന്ന് വിളിച്ച്. അപ്പൊ ചിന്തിക്കും, കനാന്യസ്രോട് പറഞ്ഞത് അത് അറിയോ? അവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് അതൊരു ഒരു കോൺട്രഡിക്ടറി അല്ല, നമുക്ക് ഒരു അത്ഭുതം തോന്നുന്നു. എന്ത് യേശു പ്രതികരിച്ച രീതി, യേശു പറയുന്ന എന്തോ മക്കളുടെ അവകാശം നായ്ക്കുട്ടികൾക്ക് അതേക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യം എനിക്ക് പശ്ചാത്തലൊന്ന് അത് ഞാൻ പറയാൻ കാരണം, അപ്പൊ അന്ന് യേശു പലപ്പോൾ പറഞ്ഞോണ്ട് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളെ തേടിയ സ്വന്തം ജനത്തിന് വേണ്ടി മാത്രമാണ് വന്നത്. അതാണ് യേശു ഉപമ പറയുമ്പോൾ രാജാവിന്റെ മകന്റെ സദ്യക്ക് വിളിക്കുന്ന പറഞ്ഞില്ലേ, മകന്റെ കല്യാണം, അത് യഹൂദനെ ഉദ്ദേശിച്ചു. പക്ഷെ അന്ന് വന്നപ്പോ അവന്മാരെല്ലാം തിരക്കെന്ന് പറഞ്ഞിട്ട് ഒരുത്തർ പോയി, ആരും വന്നില്ല. അങ്ങനെയാണ് വഴിത്തലയ്ക്കലുള്ളവരെയും ജാതികളിലേക്ക് ഈ കൃപ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു ടെസ്റ്റ് കൂടായിരുന്നു. അത് അവളും ആരാ? കർത്താവിന്റെ സൃഷ്ടിയ അല്ലേ? തെരഞ്ഞെടുപ്പ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മക്കളെ സ്നേഹിക്കുന്നു, മക്കളാ. അപ്പൊ നമുക്ക് എന്ത് കണ്ട് ആ മറ്റുള്ളവരുടെ സ്നേഹമില്ലയോ, സഹജീവികളുടെ സ്നേഹമില്ലയോ? എല്ലാം ഉണ്ട്. ദൈവത്തിന്റെ സൃഷ്ടി തന്നെ മുഴുവൻ. പക്ഷെ ദൈവജനത്തെ സ്വന്തം ജനം എന്നുള്ളൊരു പേര് അബ്രഹാമിന്റെ സന്തതി. അവരോട് എന്താ പറയുക? ഇവളും അബ്രഹാമിന്റെ സന്തതി, ഇവനും അബ്രഹാമിന്റെ മകനായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കവനന്റിനകത്തേക്ക് ഇവള് വന്നില്ലെന്നാ കർത്താവ് പറഞ്ഞതിനർത്ഥം. പടി കിട്ടിയ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. പരിച്ഛേദന ചെയ്തവർ വന്നില്ലയോ, ആ കവനന്റിലേക്ക് അവർ വന്നില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ ഗ്രഹത്തിലേക്ക് കാണാതെ പോയ ആട്. അപ്പൊ ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്ന ഉടമ്പടിയിൽ. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഒരിക്കലേ ഈ ജനത്തിന്റെ അനുസരണക്കേടെല്ലാം കണ്ടപ്പോൾ മരുഭൂമി വെച്ച് ദൈവം പറഞ്ഞില്ല, ഞാൻ വീണ്ടും നശിപ്പിക്കാൻ പോകും. മോശയോട് പറയും, വീണ്ടും നശിപ്പിക്കാൻ പോകും നിന്നിലൂടെ ഞാൻ വീണ്ടും. കാരണം നോഹയിലൂടെ വീണ്ടും ദൈവം ഒരു ജനതയെ കൊണ്ടുവന്നല്ലോ. ഞാൻ വീണ്ടും ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോ എന്തോ മോശ പറഞ്ഞു. മോശ കമന്ന് കൊണ്ട് പറഞ്ഞു, അയ്യോ നശിപ്പിക്കല്ലേ, നീ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് ഇവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് മറ്റുള്ള ജാതിയോട് പറയും. അപ്പം പറയും നീ. എന്നിട്ട് അതുകൊണ്ട് ദൈവം അനങ്ങിയില്ല. പെട്ടെന്ന് ദൈവത്തെ ചലിപ്പിക്കുന്ന ഒരു കാര്യം മോശ പറഞ്ഞു. എന്താ അറിയോ? നീ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടിയെ ഓർക്കണമേ. കവനന്റ് ഓർമ്മിപ്പിക്കുമ്പോൾ ഇവള് കവനന്റിന്റെ സ്വന്തം ജനമെന്ന് പറയുമ്പോൾ അവളെ ഉപേക്ഷിച്ചതല്ല. പക്ഷെ ദൈവോടെ പറഞ്ഞ ടെസ്റ്റ് മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ചുമ്മാതൊരു എന്തുവാ തെരുവ് അങ്ങനെയുള്ള ഒരു ലെവലല്ല കർത്താവ് പറഞ്ഞു. അവള് പറഞ്ഞൊരു വാക്കും, യജമാനനെ മേശേന്ന് വീഴുന്ന നുറുക്കുകളും നായ്ക്കുട്ടികളും എന്ന് പറഞ്ഞാൽ മകൾ അവകാശത്തിലേക്ക് വന്നില്ല, അവള് വീട്ടിൽ തന്നെ. ഇപ്പൊ നമ്മുടെ എല്ലാരും ദൈവത്തിന്റെ സൃഷ്ടി. കർത്താവ് പ്രാർത്ഥിക്കുന്നില്ലേ യോഹന്നാൻ 17 ദൈവമേ ആ ഒടുക്കത്തെ മഹത്വത്തിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടിരുന്ന ദൈവത്തിന്റെ ആഗ്രഹം അല്ലേ? സാത്താനും അവന്റെ ദൂതന്മാർക്കുമാണ് നരകം ഒരുക്കിയെങ്കിലും അവന്റെ മക്കൾ ആരും അതിൽ പോകരുതെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അവിടെ സ്ത്രീ നിന്റെ വിശ്വാസം പോലെന്ന് പറഞ്ഞാൽ ചെല്ലു പറയും നായ്ക്കുട്ടി എന്ന് അവളെ വിളിച്ചു എന്ന് പറഞ്ഞ കർത്താവ് ആ ഒരു ലെവലിൽ തന്നെ കാണുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ രക്ഷയുടെ കവനന്റിലേക്ക്, ജീവനിലേക്ക് അവൾ വന്നില്ല. പക്ഷേ അവൾ ആ വിശ്വാസത്തിൽ അവിടേക്ക് പ്രവേശിക്കുക. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവള് പറഞ്ഞു, നായ്ക്കുട്ടികളെ യജമാനനെ നുറുക്കുകൾ വേണേ. അങ്ങനെയൊക്കെ ഒരു റെസ്പോൺസ് വരുമ്പോൾ ചിലർ തിരിഞ്ഞു പോകില്ലേ? പക്ഷെ അവൾ വീട്ടിൽ ചെല്ലുമ്പോൾ, മകളെ നിന്റെ വിശ്വാസം, സ്ത്രീയെ നിന്റെ, എന്നിട്ട് സ്ത്രീ എന്ന് വിളിക്കുന്നത്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാ, പൊയ്ക്കൊള്ളുക. വീട്ടിൽ ചെല്ലുമ്പോൾ ആടി ഒല്ലഞ്ഞ് എന്തോ ഒരു ഡിമോണിക് ഇതായിട്ടിരുന്ന കൊച്ച് സൗഖ്യമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ നമുക്കൊക്കെ പ്രവേശിക്കാനുള്ള ഒരു തലമായിരുന്നത്. കാരണം ഒരു എൻട്രൻസാണ്. ആ കൊർന്നല്യൂസിന്റെ ഈ രക്തസ്രാവമുള്ള സ്ത്രീ, ഇതെല്ലാം ദൈവരാജ്യത്തിലേക്ക് നമുക്ക് തുറക്കുന്ന വാതിലുകളാണ്. ദൈവം സ്വന്തം ജനത്തിന് വേണ്ടി വന്നെങ്കിലും അവരെ കൂടെ, അതായത് വചനം പൗലോസ് പറഞ്ഞില്ല, കാട്ടൊലിവായ നമ്മളെ, നാട്ടൊലിവായ ഇതിലല്ലേ നമ്മൾ നീളിക്കല്ലേ എന്തോ അഹങ്കരിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളെ ബഡ് ചെയ്ത് അല്ലേ, ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് റൂട്ട് നോക്കണം. റൂട്ട് അവിടുന്ന് നമ്മളെ അതേ കാക്കി. അതാണ് പിന്നെയും ഭയപ്പെടേണ്ട ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവ്.